പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും വർഷത്തെ ഈ സാമൂഹിക സേവനത്തിനിടയ്ക്ക് ഇപ്പോ എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായ മനുഷ്യരുടെ ഇടയിൽ കൂടെയുള്ള ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഈ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മ ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും. എല്ലാം മനസ്സിൽ വേദനയായി നിൽക്കുന്ന സംഗതികളാണ്. പക്ഷെ അതില് എന്നെ ഈ അടുത്തൊരു ഒരു ഒരു 3 വർഷങ്ങൾക്ക് ഉള്ളിൽ എന്നെ ഏറ്റവും പിടിച്ചു കുലുക്കി. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതൽ കരയാറില്ല, കാരണം എന്നും മരണങ്ങളും മനുഷ്യരെ ഈ ദയനീയ അവസ്ഥകളും കാണുമ്പോൾ കരച്ചിൽ നമുക്ക് അപൂർവം വരുള്ളൂ. പക്ഷെ ഞാൻ കരഞ്ഞു പോയൊരു സംഭവം ഉണ്ടായി ഈ അടുത്ത്. അതായത് മലപ്പുറത്ത് വെള്ളം കുടിക്കണം. ആ. അതായത് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് നമ്മളെ ജീവിതത്തിലുടനീളം, അത്തരം സംഭവങ്ങൾ. പക്ഷെ നമ്മൾ കൂടുതൽ കരയാറില്ല, കാരണം എന്നും മനുഷ്യന്മാരുടെ ദയനീയ സ്ഥിതി കണ്ടുകൊണ്ട് നമ്മളെ മനസ്സിന് വല്ലാതെ കരച്ചിൽ വരില്ല. പക്ഷേ ഒരു 2 വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞൊരു സംഭവം, വളരെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കോളേജിൽ ഒരു ഡിഗ്രിക്ക് ഫൈനലൊക്കെ പഠിക്കണേ ഒരു പയ്യനോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനോട്, ഒരു ആൺകുട്ടിയോട് നമ്മൾ പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ബുർജ് ഖലീഫ കാരണം, അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ ഒപ്പം ഡിന്നർ കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പിന്നെ സെലിബ്രിറ്റികളൊപ്പം കൂടെ കഴിയണം. ഇത്തരം ആഗ്രഹങ്ങളൊക്കെയാണ് പൊതുവെ പങ്കുവെക്കുക. അല്ലെങ്കിൽ യൂറോപ്പ് പോകണം, അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രിക്ക് ഇറങ്ങണം. ഇത്തരം ആഗ്രഹങ്ങളാണ് പൊതുവെ വെക്കുക. പക്ഷേ ഞാൻ പിന്നെ മലപ്പുറത്തെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനം, ഒരു കോളേജിൽ, ആ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പയ്യന്റെ പേര് പറയാൻ എനിക്ക് പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പയ്യന് ഫസ്റ്റ് ഇയർ പഠിക്കുക. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവനൊരു ദിവസം ക്ലാസ്സിൽ തല കറങ്ങി വീണു. അങ്ങനെ തല കറങ്ങി വീണ് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വന്നു. അപ്പോൾ അന്നത്ര മൈൻഡ് ചെയ്തില്ല. രണ്ടാമത് വീണ്ടും അവന് ഒമീറ്റൊക്കെ ചെയ്തു, നല്ല ഒമീറ്റ് ചെയ്തു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോയി. അന്ന് ഇവൻ ഈ ഒമീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ സ്റ്റേറ്റ് കേരള പോൾ വാൾട്ട് ചാമ്പ്യനൊക്കെയാണ്. അതേമാതിരി സ്കൂളിലെ സ്പോർട്സിൽ നമ്പർ 1 ആണ് കേരളത്തിൽ തന്നെ, പല സ്പോർട്സിലും ഫിസിക്കലി ആക്ടിവിറ്റീസിലൊക്കെ. പക്ഷെ അപ്പൊ ഈ പയ്യന് ഇങ്ങനെ ഛർദ്ദിച്ചു വീണപ്പോൾ നീണ്ട മെഡിക്കൽ ചെക്കപ്പിന് ശേഷം 1 മാസത്തിന് ശേഷം സ്ഥിരീകരിച്ചു അവന് ബ്രെയിൻ ക്യാൻസർ ആണ്. ആ കൂടെ അവന് അബ്ഡമിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ സമയത്ത് അവന്റെ ഫസ്റ്റ് സ്റ്റേജ് കടന്നപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം ചികിത്സയുമായി കോളേജിൽ നിന്ന് വിട്ടുന്നു. ആ സമയത്ത് ഇവന് ഭയങ്കര സൗഹൃദ വലയുള്ള, നിലവിലെ സ്ഥാപനത്തിലല്ല പൊതുവെ മൊത്തത്തിലുള്ള പല കോളേജുകളും ഇവന് സൗഹൃദം. ഈ 6 മാസം നിരന്തരം, ഏകദേശം 5 മാസത്തോളം നിരന്തരം വിസിറ്റേഴ്സും അവന്റെ ഫ്രണ്ട്സും ഒക്കെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ അസുഖം ശരിയായി. സെക്കൻഡ് ഇയറിൽ പകുതി എത്തിയപ്പോൾ വന്നു. സെക്കൻഡ് ഇയർ ലാസ്റ്റ്ക്ക് എത്തുമ്പോഴത്തിന് വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലായി, വീണ്ടും പ്രശ്നമായി. അങ്ങനെ അത് കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ഒരു ദിവസം പാലിയേറ്റീവ് ക്ലിനിക്ക് ചെല്ലുമ്പോൾ ഇവന്റെ വയറിൽ നിന്ന് ടാപ്പ് ചെയ്യാണ്. വയറിൽ ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വയറിൽ നീര് വന്ന് മുട്ടിയിട്ട് വീർത്ത് കഴിഞ്ഞിട്ട് ശ്വാസം വിടാൻ പറ്റാത്ത നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യാണ്, നീഡിൽ കുത്തിയിട്ട് ഒരു ബോട്ടിലേക്ക് ഇവന്റെ നീര് കുത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഏകദേശം 3 മണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊന്ന് ഫ്രീ ആവുള്ളൂ. അപ്പൊ ആ പ്രൊസീജിയർ ചെയ്തെടുക്കുന്ന ഒരു സംഭവത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ അവൻ എന്നെ മുൻ പരിചയമുണ്ട്. എന്നെ കണ്ട കൂടെ തന്നെ അവൻ ചോദിച്ചു, സംജീർക്ക ഒരു കാര്യം പറയണ്ടേ, നിങ്ങളൊന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അവൻ വളരെ ക്ഷീണിതനാണ്. അതെന്താ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, കൈ പിടിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ സൈലന്റ് ആയി നിന്നിട്ട് അവനോട് പറഞ്ഞു, അവൻ പറഞ്ഞ ആഗ്രഹം എന്താണെന്നറിയോ, ഞാൻ ഇനി ഏറ്റവും കൂടുതൽ 2 മാസം 3 മാസത്തിൽ കൂടുതൽ ഞാൻ നിൽക്കൂല, ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറയൂ മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ആഗ്രഹം എന്നെ നെട്ടിച്ചു. അവൻ പറഞ്ഞതെന്താ വെച്ചാൽ, എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനോട് ഒന്ന് എന്നെ കാണാൻ വരാൻ പറയണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എത്ര ഫ്രണ്ട്സ് ഉണ്ടോ ചോദിച്ചു. എൻ്റെ ക്ലാസ്സിലുള്ള ഒരു 10-15 പേര് അവൻ പറഞ്ഞു. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവരോട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരോടും, ഇല്ലെങ്കിൽ അവരോടെങ്കിലും ഒന്ന് എന്നെ കാണാൻ വരാൻ പറയണം എന്നാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ, വൈകിട്ട് 5 മണിക്ക് അവനെ കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി അവിടെ സംസാരിച്ച് ഈ കുട്ടികളൊക്കെ പിറ്റേ ദിവസം തന്നെ അവനെ കാണാൻ വന്നു. അന്ന് വന്നു, അവനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അവർ വന്നപ്പോൾ അവൻ പറഞ്ഞത്, അന്ന് എന്നോട് പറഞ്ഞത്, അവരുടെ കൂടെ മലപ്പുറം കോട്ടക്കുന്നിൽ പോയി ഒരു ജ്യൂസ് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ട് എനിക്ക്, അപ്പോൾ അതവരോടും സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ആദ്യത്തെ ഒരു ദിവസം അവനെ കൊണ്ട് ജ്യൂസ് കഴിച്ചു. രണ്ടാമത് ഒരു പ്രാവശ്യം വന്ന് അവനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മൂന്നാമത് വന്ന് അവനൊരു പ്രാവശ്യം കൂടിയും കൊണ്ടുപോയി ജ്യൂസ് കഴിച്ചു. 6ാമത്തെ ദിവസം ഈ പയ്യൻ മരിക്കുകയാണ്. മനസ്സിലായോ? ഇവൻ മരിച്ചോടുകൂടി ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ വിദ്യാഭ്യാസ പ്രശസ്തമായ ഈ സ്ഥാപനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ 2 ലൈനായി നിന്നിട്ട് കരഞ്ഞ് എല്ലാവരും കരഞ്ഞ് വളരെ സങ്കടത്തോട് കൂടിക്കുക. അങ്ങനെ അന്ന് അവൻ്റെ ഒരു അനുശോചന മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവരൊക്കെ എന്നോട് ഒരേ സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തൊരു ആളുകളാണ്. അധ്യാപകരടക്കം എന്നോട് പറഞ്ഞു. കാരണം ഇത്തരം അസുഖമായിട്ട് അവൻ്റെ മരണസമയത്ത് അവൻ പറയാതെ ഞങ്ങൾക്ക് അവനെ സന്ദർശിക്കാൻ പോലും മനസ്സ് വന്നില്ലല്ലോ എന്നുള്ളത്.
അപ്പോൾ അവൻ്റെ മരണസമയത്ത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? സ്വന്തം പഠിച്ച കൂട്ടുകാരുടെ കൂടെ ഒരു ജ്യൂസ് കഴിക്കണം എന്നുള്ളത്. അവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ സമൂഹം. അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ നമ്മളെ മുന്നോട്ടുള്ള ഒരു പോക്ക്. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ ഏറ്റവും ചങ്കായ ആളുകൾ, നമ്മളെ ഹൃദയമാണ്, നമ്മളെ ചങ്കാന്നൊക്കെ പറഞ്ഞവരൊക്കെ ഒരു 3 മാസം 4 മാസം വരെ നമ്മൾ കൂടെ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് അകന്ന് പിന്നെ നമ്മൾ മാത്രമാവും. പിന്നെ നമ്മൾ കൊതിച്ചു പോവുകയാണ് ആരെങ്കിലും എന്നെ അടുത്തൊന്ന് വന്നില്ലെങ്കിൽ എന്നുള്ളത്. ആ ഒരു സംഭവത്തിലൂടെയാണ് നമ്മൾ ഇതുപോലുള്ള ഒത്തിരി പേര് ഇന്ന് നമുക്ക് അനുഭവങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. 16 വയസ്സായ ഒരു കുട്ടീൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റ് മുറിച്ച ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പൊട്ടി കരഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ മെസ്സേജാണ് ഇന്ന് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. എന്തായാലും നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലെ നന്മയിലേക്ക് അത് എത്തിക്കാൻ പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു കാഴ്ചകളോ കാര്യം കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഉറപ്പായിട്ടും ചെയ്യും. വേറെ ഒന്നുമില്ല. അപ്പോൾ സന്തോഷം. താങ്ക് യു.